കേൾക്കുന്നതും നല്ല ഒരു കാര്യമാണ്. അത് ഏറ്റവും അധികം ഫലവത്താകുന്നത് പറയുന്നവന്റെയും കേൾക്കുന്നവരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ്. വാള് ഇടക്കിടക്ക് പറയുകയും ഉണർത്തുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഉപദേശം കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ പ്രവർത്തനത്തിൽ കാതലായ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ സംഘടിപ്പിച്ച ഇതിന് നേതൃത്വം നൽകിയ എല്ലാ ആളുകൾക്കും, സംബന്ധിച്ച ആളുകൾക്ക് വരെ അതിൽ നേട്ടമുണ്ടാകും. ഉത്ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ പറയാതെ, നാട്ടിലെവിടെയെങ്കിലും നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാതെ, എല്ലാത്തിനോടും സമരസപ്പെട്ട് സഹായിച്ച് സൗഹൃദം പാലിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശിക്ഷ വരാനുള്ള കാരണമായി തീരും. നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം ഒരു പ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട്. ഒരു പ്രദേശത്ത് ഒരൊറ്റ മനുഷ്യനും അവരുടെ പാർപ്പിടവും ഇല്ലാതെ എല്ലാം തകർക്കപ്പെട്ട രീതിയിലാണ് കണ്ടത്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇതിലെ വന്നിരുന്നപ്പോ ഇവിടെ കുറെ ആളുകളും അവര് താമസിക്കുന്ന കുറെ വീടുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ വീടും കാണാനില്ല, അവരെയും കാണാനില്ല. മഹാനവർകൾ ഈ മനുഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ആ പ്രദേശത്ത് ഒരു ഉയർന്ന സ്ഥലത്ത് കയറി ആ നാട്ടുകാരെ ഒന്ന് ഉറക്കെ വിളിച്ചപ്പോ മൺകൂനയിൽ നിന്ന് ഒന്ന് രണ്ട് ശരീരങ്ങൾ ഇങ്ങനെ പതുക്കെ പൊങ്ങി വന്നു. മൃതശരീരങ്ങൾ പൊങ്ങി വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശിക്ഷ വന്ന് മരണമടഞ്ഞവരാണോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അതെ. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അതിന്റെ കാരണം ദുനിയാവല്ലേ എന്ന് ചോദിച്ചു. ആ, ദുനിയാവാണ് എന്ന് പറഞ്ഞു. ദുനിയാവിനോടുള്ള പ്രേമവും ദുനിയാവിനോടുള്ള ഇഷ്ടവും കാരണം നന്മകൾ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആ സമൂഹം തയ്യാറായില്ല. അപ്പോ അല്ലാഹു തആല ശിക്ഷ ഇറക്കുന്ന ആ ഒരു പരിധിയിലേക്ക് തിന്മ ഇങ്ങനെ തഴച്ച് വളർന്ന് ഉയർന്ന് എല്ലാവരിലേക്കും അത് വ്യാപിച്ചു. നാട്ടിലെവിടെയെങ്കിലും ഒരു ഹറാം, ഒരു ചര്യ പോലെ ഏതെങ്കിലും ഒരു കുടുംബം സ്വീകരിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നു എന്നറിഞ്ഞാൽ അവരെ ഓർമ്മപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതിന്റെ ഗൗരവ തലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരൊറ്റ ആൾക്ക് നേർക്കേരെ പറയാൻ മടിയാണെങ്കിൽ ആളെ വ്യക്തമാക്കാതെ വിഷയം മാത്രം പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തണം. അങ്ങനെയുണ്ട്. സ്വഹാബിമാർക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യം തിരുത്തപ്പെടേണ്ട ഒരു കാര്യം നടന്നത് ഒരു പ്രഗത്ഭനായ സ്വഹാബിയിൽ നിന്നാണെങ്കിൽ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ ശേഷമോ ഏതെങ്കിലും അവർ സംബന്ധിക്കുന്ന സമയങ്ങളോ നോക്കിയിട്ട് വിഷയം മാത്രം പറഞ്ഞ് ഗൗരവം പറഞ്ഞത് തിരുത്തും. ആളെ പറയില്ല. അങ്ങനെയല്ലേ കുറച്ച് ആളുകൾ നിസ്കാരത്തിൽ ഇങ്ങനെ ഉയർത്തിലേക്ക് നോക്കിയപ്പോ പേരെടുത്തു പറയാതെ തങ്ങൾ പറഞ്ഞു മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ് സമാ. ചില ആളുകളുടെ കഥ എന്താണ്? നിസ്കാരത്തിൽ അവർ മേൽപോട്ട് നോക്കും. നിസ്കാരത്തിൽ സുജൂദിന്റെ മഹല്ലിലേക്കല്ലേ നോക്കേണ്ടത്, സുജൂദിന്റെ സ്ഥാനത്തേക്കല്ലാതെ നോക്കേണ്ട ഒരു സന്ദർഭം ഇന്ദ ഹംസത്തി ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിടത്ത ഇല്ലല്ലാഹുവിന്റെ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് മുസബ്ബിഹ് അവരിൽ ഒന്ന് പതുക്കെ ഉയർത്തണം. ലെവലായിട്ട് ഉയർത്തല്ല, മേലോട്ട് ഇങ്ങനെ ഉയർത്തല്ല, ഒന്ന് പതുക്കെ ഉയർത്തും. ഉയർത്തിയിട്ട് ആ ഉയർത്തിയതിലേക്കുള്ള നോട്ടം സലാം വീട്ടുന്ന സമയം വരെ ദായിമാക്കണം. ഉയർത്തലും ദായിമാക്കണം, നോട്ടവും ദായിമാക്കണം. രണ്ടും പതിവാക്കൽ സുന്നത്താണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു. ചില ആളുകൾക്ക് കുറെ നേരം പൊക്കിക്കൂടാ, ഒരു സിഗ്നൽ നൽകുമല്ലോ ഇങ്ങനെ പൊക്കിയിട്ട് പിന്നെ താഴ്ത്തുന്നതാണ്. താഴ്ത്താൻ പാടില്ല. പൊക്കി അങ്ങനെ നിർത്തൽ സുന്നത്താണ്. പൊക്കി നിർത്തുമ്പോ അങ്ങനെ 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 ഒരു ബെല്ലടിക്കും പോലെ കൈവിരലെങ്ങനെ ആട്ടി അനക്കി ഒരു കളി രൂപത്തിലാക്കണ്ട. ഒരേ നിർത്തം. എവിടെയെങ്കിലും ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോ അപ്പൊ എവിടെയെങ്കിലൊക്കെ കാണൂ ഹറക്ക എന്ന് കാണും. ഈ വിഷയം പറഞ്ഞെടുത്ത് ഹറക്ക എന്ന് പറഞ്ഞതിന്റെ അവിടുത്തെ അർത്ഥം നേരത്തെ നിശ്ചലമായി നിന്ന വിരല് ഒന്ന് അനക്കിയിട്ടൊന്ന് ഉയർത്തി എന്നാണ്. അല്ലാതെ അതിങ്ങനെ ഇളക്കിന്നല്ല അതിന്റെ അർത്ഥം. ആവർത്തിച്ച് ഇളക്കിന്നല്ല, അതൊരു കളി രൂപത്തിലേക്കുള്ളത്. ഒരേ കേന്ദ്ര ബിന്ദുവിലേക്ക് അള്ളാഹുവിലേക്കുള്ള ഓർമ്മ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കുള്ള ഓർമ്മ മനുഷ്യന്റെ നാവിലും അവന്റെ ഖൽബിലും അവന്റെ പ്രവർത്തനത്തിലും ഒരുപോലെ ആയിത്തീരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അല്ലാത്ത മുഴുവൻ സന്ദർഭങ്ങളിലും സുജൂദിന്റെ മഹല്ലിലേക്ക് നോക്കണം. വേറെ എങ്ങോട്ടും നോക്കാൻ പാടില്ല. നോക്കാവുന്ന തരത്തിൽ ഫിനിഷിംഗ് വർക്ക് പോലും നടത്താൻ പാടില്ല. ഇപ്പോഴൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ പറഞ്ഞാൽ ഒറ്റപ്പെടുമെന്ന് അറിയില്ല, എന്നാലും പറയാം. ഇപ്പോഴൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഓത്തുപള്ളിയിൽ ഓതിപ്പടിച്ച ഉപ്പമാര് അങ്ങനെയാണ്. പക്ഷെ അവർക്ക് നല്ല കടികട്ടിയുള്ള ഈമാനാണ്. അവരെ ഒരു കാശതമാനം ഈമാൻ കിട്ടിയെങ്കിൽ നമ്മള് സലാമത്തായി. അത്രയും നല്ല അമലുമാണ്. അവര് പള്ളിയുടെ ജനല് വെച്ച ആ ഗ്രില്ലിന്റെ അവിടെ ഭാഗത്ത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എഴുതാൻ പോലും അതൊന്ന് വേറെ ഒന്നുകൊണ്ട് ഫിറ്റ് ചെയ്ത് അവിടെ ഒട്ടിച്ചു വെക്കാൻ പോലും അവര് വേണ്ടാന്ന് പറയും. എന്താ വേണ്ടാന്ന് പറയാൻ കാരണം ആ ദിക്റിന് പരിശുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല. ഈ നിസ്കരിക്കുന്ന ആളുടെ നോട്ടം അതിലേക്കായി പോകരുത് എന്ന് കരുതി. എത്ര പറഞ്ഞാലും ആളുകൾ കേൾക്കൂല. പുതിയ പള്ളി എടുക്കുകയാണെങ്കിൽ അവിടെ മിഹ്റാബിന്റെ അവിടെ അങ്ങോട്ട് ചൊങ്കും ചൊറുക്കും കൂട്ടിയിട്ട് ഒരു പാലസാക്കും. ആ ഭാഗത്ത് ശ്രദ്ധ തെറ്റിപ്പോകുന്ന രീതിയിലുള്ള ഒന്നും വെക്കരുത്. ചില സ്ഥലങ്ങളിൽ നോക്ക് നിങ്ങൾ, ഈ മിന്നുന്ന ക്ലോക്ക് പോലും അവിടെ വെക്കൂല. ചില സ്ഥലത്ത് അത് സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കും. തിരിഞ്ഞു നോക്കൂലല്ലോ, നേരിട്ട് നോക്കുമ്പോ ഇങ്ങനെ തല പൊക്കുമ്പോ ഇങ്ങനെ കാണുമ്പോ അവനെ വരി വരിയായിട്ട് വായിക്കും. മുഹുറിന്റെ എമ്മയത്തപ്പയാണ്, അസറിന്റെ എമ്മയത്തപ്പയാണ്, ഉദയ എപ്പയാണ്, വരി വരിയായിട്ട് ഇങ്ങനെ വായിക്കും.
അങ്ങനെ വായിക്കാനുള്ളൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കാൻ പാടില്ല. അത് വേറൊരു വിഷയം. നോക്കുന്ന ആളോട് ഗൗരവത്തോടെ തങ്ങൾ പറഞ്ഞു, സുജൂദിൽ നിന്ന് കണ്ണിന്റെ നോട്ടം തെറ്റിയിട്ട് മേലോട്ട് നോക്കുന്നത് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ പിഴുതെടുക്കപ്പെടണം. മലക്കുകളോ മറ്റോ അവരെ കഴുത് പിഴുതെടുത്തു കൊണ്ടുപോകണം. കണ്ണുകൾ റാഞ്ചിയെടുത്ത് കൊണ്ടുപോകണം. ഇത്രയും വലിയ ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. അങ്ങനെ നോക്കുന്ന ചില ആളുകളെ തങ്ങൾ കണ്ടിട്ടാണ്. പക്ഷെ അവിടെ പേര് പറയാതെ വിഷയം പറഞ്ഞിട്ട് കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് അവരതിൽ നിന്ന് മാറ്റിയതാണ്. ഓ സഹോദരന്മാരെ, അങ്ങനെയും ഉപദേശത്തിന്റെ ശൈലിയുണ്ട്. ഇരിക്കട്ടെ, ഒരു ഉപദേശത്തിനും നിൽക്കാതെ നാട്ടിൽ തഴച്ചു വളരുന്ന തിന്മയോട് എല്ലാവരും ഒരുപോലെ സഹകരിച്ചു. നന്മ കൽപ്പിക്കുന്നിടത്ത് എല്ലാവരും പിന്തിരിഞ്ഞുപോയി. അപ്പോഴാണ് ആ നാട്ടുകാരെ മൊത്തം അല്ലാഹു തആല നശിപ്പിച്ചത് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞപ്പോൾ, അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ, അത് ഓരോ വിശ്വാസിക്കും ബാധ്യതപ്പെട്ട വിഷയമാണ്. മൊത്തത്തിലൊരു ബാധ്യത വേറെയുണ്ട്. ഓരോരുത്തർക്കും അതിന് നിശ്ചിതമായ ചില കടപ്പാടുകൾ, ബാധ്യതകളുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടവരോട് നിർവഹിക്കേണ്ടവരാണ്. നമുക്ക് നിർവഹിക്കാൻ നമ്മുടെ കീഴിൽ ഉള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ചുമതലയിലും ഉള്ള ആളുകളും ഉണ്ട്. എല്ലാവരും അവരവരെ ചുമതലയിലുള്ള ആളുകളോട് കാര്യങ്ങൾ ഉപദേശിക്കുകയാണെങ്കിൽ എത്ര എളുപ്പമാണ് സഹോദരങ്ങളെ. അതൊരു ബാധ്യത തന്നെയാണ്. പേരിന് വേണ്ടിയോ പെരുമക്ക് വേണ്ടിയോ പറയാനുള്ളതല്ല. അങ്ങനെ ഈ ഉപദേശങ്ങൾ, ഈ വഅളുകളും ഉപദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഇങ്ങനെ തുടർന്നു പോകുന്നതിന്റെ പിന്നിൽ അങ്ങനെ കൂടി ഒരു കാര്യം ഉണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഉപദേശങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് ജീവിതത്തിന് ശരിയായ നിലക്കുള്ള നല്ല മാറ്റം ഉണ്ടാക്കിയെടുത്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മാറ്റമുള്ള പദവി തരും. അങ്ങനെയാണല്ലോ ജീവിതത്തിന്റെ ശൈലി ഒരാൾ മാറ്റിയിട്ട് അയാൾ നന്നാകണം എന്ന രീതിയിൽ സുഹൃത്തുക്കളുമായി മുന്നോട്ട് പോയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. നന്നാകണമെന്ന തീരുമാനത്തോടെ ഒരാള് കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് മടങ്ങി വൈകല്യങ്ങളെല്ലാം അയാൾ മാറ്റി, എന്നിട്ട് വഅമില അമലൻ സ്വാലിഹൻ, സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങി. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. തിന്മകളെ അല്ലാഹു നന്മകളാക്കി പകരം കൊടുക്കും എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാര് വിശദീകരിച്ചു. എത്ര തിന്മകൾ അയാളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ അതിനു പകരം വലിയ വലിയ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. അല്ലെങ്കിൽ ചെയ്ത തിന്മകളെ മുഴുവനും അയാളുടെ കിതാബിൽ നിന്ന് മായ്ക്കപ്പെടാൻ പാകത്തിൽ നല്ല സ്വീകാര്യയോഗ്യമായ നന്മകൾക്ക് അല്ലാഹു അവസരം നൽകിയിട്ട് പാരത്രിക ലോകത്തെത്തുമ്പോൾ നേരത്തെ ചെയ്തിരുന്ന തിന്മകളുടെ സ്ഥാനത്തുകൂടി നന്മകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പിന്നീട് മറിച്ചു നോക്കുമ്പോ തിന്മകളില്ല, നന്മകൾ മാത്രമേ ഉള്ളൂ. ജീവിതം മാറ്റാൻ ഉദ്ദേശിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന വലിയ മാറ്റമാണ്. അതേ സമയത്ത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ടാണോ പരിവർത്തനം വരുത്തുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല നേരെ തിരിച്ചായിരിക്കും മാറ്റം വരുത്തുന്നത്. നമ്മൾ എങ്ങനെയാ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്, അതേ രൂപത്തിലല്ലേ അല്ലാഹു തആലയും ബാക്കിയുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാ വിഷയങ്ങൾക്കുമുള്ള വേദി അല്ലാഹു തുറന്നു തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇഷ്ടം പോലെ ഓരോ വഴിക്കും നീങ്ങാൻ പറ്റൂല. ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഒരു ഖൗമിന്, ഒരു സമൂഹത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹം
അള്ളാഹു അത് എടുത്തു മാറ്റുകയില്ല. അവർ അവരിലുള്ള ഓരോ വിഷയങ്ങൾ എടുത്തു മാറ്റുന്നത് വരെ. ചില ആളുകൾ ചില തീരുമാനങ്ങൾ മാറ്റുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തന്നെ മാറിപ്പോകും. ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. അവരോട് അല്ലാഹു തആല അവർക്ക് വലിയൊരു അനുഗ്രഹം അല്ലാഹു കൊടുത്തിരുന്നു. ഓരോ സമയങ്ങളിലും അല്ലാഹു തആല അവർക്ക് നിശ്ചയിച്ച സമയം കണക്കാക്കി കട്ടിത്തേനും കാടപ്പക്ഷിയും അല്ലാഹു ഇറക്കി കൊടുത്തിരുന്നു. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല ഭക്ഷണം. ബില്ലൊന്നും അടക്കേണ്ടതില്ല, ഇരുന്നങ്ങ് ഭക്ഷിച്ചാൽ മതി. നല്ല കട്ടിത്തേനും കാടപ്പക്ഷിയുമല്ലേ ഇറക്കി കൊടുത്തത്. പക്ഷെ അള്ളാഹുവിന്റെ നിർദ്ദേശം അവർക്കുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എടുത്തു വെക്കരുത്. ആവശ്യമുള്ളവർക്കത് നൽകണം. മറ്റുള്ളവരിലേക്ക് അത് കൊടുത്ത് നിങ്ങൾ സഹകരിക്കണം. ഒരിക്കലും നിങ്ങളത് സൂക്ഷിച്ചു വെക്കരുത്, എടുത്തു വെക്കരുത്. അള്ളാഹു അവരോടൊരു ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ പലരും അത് കേൾക്കാതെ വന്നപ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടില് മാംസത്തിന് ദീർഘായുസ് കുറഞ്ഞു. എങ്ങനെയാ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗലാ ബനു ഇസ്രായീൽ, ബനു ഇസ്രായീൽ എന്ന് പറയുന്ന ഒരു ടീം ലോകത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ലം യദ്ഖിറിൽ ലഹ്മു, ലഹ്മ് കേടുവരൂലായിരുന്നു. ഇറച്ചി ഒന്ന് എടുത്തു വെച്ച് നോക്കൂ നിങ്ങളൊരു പാത്രത്തിൽ. അതിന്റെ വാസനയും അതിന്റെ നിറവും കാര്യങ്ങളൊക്കെ മാറി. അത് ഇപ്പൊ ഒരു ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ചൊക്കെ ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി വരെ അത് സൂക്ഷിക്കും. അല്ലെങ്കിൽ എത്ര കാലം അങ്ങനെ കഷ്ണം കഷ്ണമായി ഭാഗിച്ച് മുറിച്ച് ഭക്ഷിക്കാമായിരുന്നു. പക്ഷെ അവര് സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞ സംഗതി സൂക്ഷിച്ചപ്പോ അല്ലാഹു തആല മാറ്റം കൊടുത്തു. എല്ലാം അങ്ങനെയല്ലേ അല്ലാഹു തആല അവർക്ക് മാറ്റം കൊടുത്തത്. പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ എതിര് ചെയ്തപ്പോ അല്ലാഹു തആല മാറ്റം കൊടുത്തു. തീഹി എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ സ്വേച്ഛാധിപതികളായ അതിക്രമികളായ കുറച്ച് ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകണം എന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യവും നല്ല പുഷ്ടിയൊക്കെ പ്രാപിച്ച ഈ വിഭാഗത്തോട് അല്ലാഹു കൽപ്പിച്ചപ്പോ അവര് മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിച്ചു. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും. അല്ലാഹു തആല പറഞ്ഞ രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. എന്താ അല്ലാഹു പറഞ്ഞത്? ആ നാട്ടിലേക്ക് പോകുമ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോ വളരെ വിനയത്തോടെ ഒന്ന് കുനിഞ്ഞ്, നെറ്റി വെച്ചുകൊണ്ടല്ലോ ഒന്ന് കുനിഞ്ഞിട്ട് അള്ളാഹുവിന് ഒരു അഭിവാദ്യം എന്ന് കരുതിക്കൊണ്ട് തസ്ബീഹ് ചൊല്ലി അങ്ങോട്ട് കിടക്കാൻ. അങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം ഹിത്തത്തുൻ. ഒരു വാക്കാണ്, ഒരു തസ്ബീഹിന്റെ അർത്ഥം വരുന്ന ഒരു വാക്കാണത്. ഹിത്തത്തുൻ, പാപങ്ങൾ കുറച്ചുകൊണ്ട് അല്ലാഹ്, ഞങ്ങളെ വൈകല്യങ്ങളൊക്കെ നീ താഴ്ത്തിക്കൊണ്ട് അല്ലാഹ് എന്ന ഒരു പദപ്രയോഗം നടത്താനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നഗ്ഫിർ ലക്കും ഖതായാകും, നിങ്ങളുടെ വൈകല്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാപ്പാക്കി തരും. പക്ഷേ കൽപ്പിച്ചതിന് നേരെ കടകവിരുദ്ധമായി ചെയ്തു. ഫബദ്ദലല്ലദീന ളലമൂ, അക്രമികളായ ആ സമൂഹം അവരോട് പറഞ്ഞത് മാറ്റിയിട്ട് സഹോദരങ്ങളെ അവരെന്ത് ചെയ്തു? അവരോട് പ്രവേശിക്കാൻ പറഞ്ഞത് നേരെ തലകുനിച്ചുകൊണ്ട് ഒരു റുക്കൂവിന്റെ രൂപത്തിലല്ലേ, നേരെ തിരിഞ്ഞു നിന്ന് എന്നിട്ട് പിൻഭാഗം അങ്ങോട്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് റിവേഴ്സ് അടിക്കും പോലെ പിൻഭാഗം അങ്ങോട്ട് തിരിച്ചു വെച്ചുകൊണ്ടാണ് അവര് കടന്നത്. അതേ ബാക്ക് ഭാഗം, ബാക്ക് ഷീറ്റിന്റെ ഭാഗം കുനിഞ്ഞു നിന്നിട്ട് അത് അങ്ങോട്ടാക്കി തുടക്കം തന്നെ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ബേക്കോട്ടാണ് അവര് പോയത്. ഹിത്തത്തുൻ എന്ന തസ്ബീഹിന്റെ അർത്ഥം വരുന്ന, ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം വരുന്ന വാക്ക് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഹബ്ബത്തുൻ ഫീ ശഅറത്തിൻ, ഹബ്ബത്തുൻ ഫീ ശഅറത്തിൻ. ഓരോ കതിരിലും ഞങ്ങൾക്ക് ഓരോ ധാന്യം വേണം,
നിങ്ങൾക്ക് ഓരോ കതിരിലും ഓരോ ധാന്യം. സുബ്ഹാനല്ലാഹ്, ഹിത്തത്തുൻ എന്ന വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ അത് മാറ്റിമറിച്ചു. ഫഅൻസൽനാ അലൈഹിം റിജ്സം മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ. പറഞ്ഞതിന് നേരെ എതിര് ചെയ്തപ്പോ മേൽഭാഗത്ത് നിന്ന് നമ്മൾ അവരെ മേൽ ശിക്ഷ ഇറക്കി. അവർക്ക് കടുത്ത ശിക്ഷ കൊടുത്തിട്ട് അല്ലാഹു തആല പരീക്ഷിച്ചു. പറഞ്ഞത് അനുസരിക്കുക എന്നതാണല്ലോ നമ്മുടെ മാർഗം. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ആവുന്നിടത്തോളം അനുസരിക്കണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.